വെൽക്കം ടു കോവലേൻ ക്ലാസ്. ബാങ്കിങ് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് പാർട്ട് 4 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾ കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, അക്കൗണ്ടൻസി എല്ലാം വിശദമായിട്ട് കണ്ട് പഠിക്കണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. RBI വാസ് നാഷണലൈസ്ഡ് ഓൺ. ഓപ്ഷൻസ് നോക്കൂ. 1st March 1949, B. 1st January 1949, C. 1st April 1935 and D. 1st January 1947. Answer is option B ആണ് 1st January 1949. RBI നാഷണലൈസ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദേശസാൽക്കരിച്ച വർഷം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 1949 ജനുവരി 1 RBI എന്ത് ചെയ്തത്? നാഷണലൈസ്ഡ് ചെയ്തത്. ഡേറ്റ് അടക്കം പഠിക്കുക. അപ്പോൾ ആരാണ് RBI ഫോം ചെയ്യണമെന്ന് റെക്കമെൻഡേഷൻ നടത്തിയത്? റെക്കമെൻഡ് ചെയ്ത ആരാണ്? നമ്മുടെ ഹിൽട്ടൺ യങ് കമ്മീഷൻ. എന്നാണ് അവരെ അപ്പോയിന്റ് ചെയ്തത്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷനെ വേറൊരു പേരിൽ അറിയപ്പെടും റോയൽ കമ്മീഷൻ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. പിന്നെ നമ്മുടെ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി 1931 ഈ ഒരു റെക്കമെൻഡേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അതായത് RBI ഫോം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, RBI ആക്ട് പാസ്സാക്കിയ വർഷം എന്നാണ്? 1934 മാർച്ച് 5 RBI പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് എന്ന് ചോദിച്ചാൽ 1935 ഏപ്രിൽ 1. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിക്കണം. RBI ആക്ട് വരുന്നത് മാർച്ച് 5, 1934. RBI പ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് അല്ലെങ്കിൽ കമൻസ്ഡ് ഇറ്റ്സ് ബിസിനസ് എന്നൊക്കെ ചോദിക്കാം. അതെന്നാണ്? 1st April 1935. RBI വരുമ്പോൾ ഇതിന്റെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? കൊൽക്കട്ടയായിരുന്നു. 1935 മുതൽ 1937 വരെ കൊൽക്കട്ടയിലായിരുന്നു. പിന്നീട് എന്തായിരുന്നു? 1937 മുതൽ ഇപ്പൊ വരെ മുംബൈയാണ് ഇതിന്റെ ആസ്ഥാനം. അപ്പൊ ഇപ്പൊ എവിടാണെന്ന് ചോദിച്ചാൽ മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. RBIയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 കോടിയായിരുന്നു. RBI നാഷണലൈസ് ചെയ്ത വർഷം 1949 ജനുവരി 1. മറന്നു പോകരുത്, 1949 ജനുവരി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ്പെൻസസ് ഓഫ് ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആർ മെറ്റ് ബൈ. ഓപ്ഷൻസ് നോക്കൂ. A. RBI, B. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, C. സ്റ്റേറ്റ് ഗവൺമെന്റ്, D. ബോത്ത് RBI ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ എക്സ്പെൻസുകൾ വഹിക്കുന്നത് ആരാണ്? ചിലവുകൾ വഹിക്കുന്നത് ആരാണ്? RBI ആണ് കേട്ടോ. നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റി ആരാന്ന് ചോദിച്ചാലും അതാരാണ്? RBI ആണ്. എക്സ്പെൻസുകൾ വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാലും RBI ആണ്. മറന്നു പോകരുത്. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക. ഇതിനകത്ത് കൺഫ്യൂസിംഗ് ആയിട്ട് കണ്ടോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെന്റ്, ബോത്ത് RBI ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ കാണുമ്പോൾ മിക്ക കുട്ടികൾക്കും അത് തന്നെ എഴുതാൻ തോന്നും, അത് തന്നെ കറപ്പിക്കാൻ തോന്നരുത്. ഏതാണ് ആൻസർ? RBI ആണ്. അപ്പോൾ നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബാങ്കിനെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, കസ്റ്റമർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന അതോറിറ്റിയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ അഥവാ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്കുകൾ തമ്മിലുള്ള തർക്കങ്ങളും പരിഹരിക്കുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാങ്കിങ് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. നിങ്ങൾ ബാങ്കിൽ പോകുന്നു, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് നിങ്ങൾ പോയി കാണേണ്ടത്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആണ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. മനസ്സിലായി? അപ്പൊ അവരെ അപ്പോയിന്റ് ചെയ്യുന്നതും RBI ആണ്, അവരുടെ എക്സ്പെൻസുകൾ വഹിക്കുന്നതും RBI ആണ്. നമ്മുടെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എവിടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് BR ആക്ട് 1949 സെക്ഷൻ 35A 35A സെക്ഷൻ 35A ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ച് പറയുന്നത്. RBI എന്ന് മുതലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്ന് മുതലാണ് ഇത് കൊണ്ടുവന്നത്? 1995 ജൂൺ 14. ഡേറ്റ് അടക്കം പഠിക്കണം. വിത്ത് ഡേറ്റ് 1995 ജൂൺ 14 RBI ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം മനുഷ്യനല്ലേ, അപ്പൊ എന്താണ്, എവിടെ ആയാലും തർക്കങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ തർക്കങ്ങൾ പരിഹരിക്കാൻ എന്ത് വേണം? ഒരു സ്കീം വേണം, അല്ലെങ്കിൽ ഒരു അതോറിറ്റി വേണം. പിന്നീട് ന്യൂ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2006 ഏപ്രിൽ 1. മറന്നു പോകരുത്, 2006 ഏപ്രിൽ 1. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിലെ ഒരു അമെൻമെന്റ് ആണ് 2021 വന്നത്. നവംബർ 12, 2021 അത് വന്നത്. ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞിട്ട് IOS, RBI IOS എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. അതായത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006
ഓംബുഡ്സ്മാൻ സ്കീം ഫോർ NBFCs 2018 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് 2019 എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞു വന്നു. അതെന്നാണ് വന്നത്? നവംബർ 12, 2021. അതിന് ഒരു സ്ലോഗൻ ഉണ്ട്. എന്താണത്? ഒൺ നേഷൻ ഒൺ ഓംബുഡ്സ്മാൻ. ഒരു നേഷന് ഒരു ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു. മറന്നു പോകരുത്. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ് നിലവിൽ വന്നത്? നവംബർ 12, 2021. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിന്റെ അടിയിൽ വരുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളും RRBകളും ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളും എല്ലാം ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ സ്കീമിൽ വരുന്നതാണ്. അതായത് ഈ ബാങ്കുകളിലൊക്കെ പോയി നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ ആർക്ക് കംപ്ലൈന്റ് കൊടുക്കണം? ബാങ്കിങ് ഓംബുഡ്സ്മാനിന് കംപ്ലൈന്റ് കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ബാങ്ക് റിസീവ്സ് ക്യാഷ് ഫ്രം എ ഡെപ്പോസിറ്റർ ഇറ്റ് ഈസ് കോൾഡ് ഡാഷ് ഡെപ്പോസിറ്റ്. ഓപ്ഷൻസ് നോക്കാം. എ പ്രൈമറി ഡെപ്പോസിറ്റ്, ബി ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്, സി ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഡി നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രൈമറി ഡെപ്പോസിറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു ഡെപ്പോസിറ്ററിന്റെ കയ്യിൽ നിന്നും നിക്ഷേപകന്റെ കയ്യിൽ നിന്നും ബാങ്കുകാർ പണം സ്വീകരിച്ചാൽ അതിന് ഏത് ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്? ഏതാണ്? പ്രൈമറി ഡെപ്പോസിറ്റ് എന്നാണ്. അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഡെപ്പോസിറ്റ് എന്നും ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്നും. അപ്പോൾ ഈ പ്രൈമറി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? അവർ പ്രൈമറി ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുത്തു. എന്നാൽ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്പോസിറ്റിൽ നിന്നും വായ്പയെ സൃഷ്ടിക്കുന്നു. നമ്മൾ കൊണ്ടിടുന്ന ഡെപ്പോസിറ്റിൽ നിന്നാണ് അവർ ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതിനെയാണ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ബൈ യൂസിങ് ദ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക് പ്രൊവൈഡ്സ് ലോൺ. അതാണ് എന്ത്? ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമുക്കറിയാം, ഡെപ്പോസിറ്റിൽ നിന്നും വായ്പയെ സൃഷ്ടിക്കുന്നു. അല്ലാതെ ബാങ്കുകാർക്ക് പണം ഉണ്ടോ? ഇല്ല. പല നിക്ഷേപകർ കൊണ്ടുവന്ന് പൈസ അവിടെ ഇടുമ്പോൾ ആ പൈസ എടുത്ത് അവരെന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റോട് കൂടി മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുന്നു. അതാണ് അവരുടെ വരുമാനം. ഇൻട്രസ്റ്റ് ആണ് അവരുടെ ഇൻകം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രൈമറി ഡെപ്പോസിറ്റിനെ മറ്റ് രണ്ട് പേരിലും കൂടെ അറിയപ്പെടും. പാസീവ് ഡെപ്പോസിറ്റ് എന്നും ക്യാഷ് ഡെപ്പോസിറ്റ് എന്നും. പ്രൈമറീവ്, പാസീവ്, ക്യാഷ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ഇടുന്നു, അതിനെ പ്രൈമറി. അതിനെ തന്നെ PP, പാസീവ്. പിന്നെ ക്യാഷല്ലേ നമ്മൾ കൊണ്ടിടുന്നത്, അപ്പം ക്യാഷ് ഡെപ്പോസിറ്റ്. ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡെപ്പോസിറ്റ് എന്ന് പറയും. പാസീവിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ആക്റ്റീവ്. പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് നമ്മൾ പഠിച്ചിട്ടില്ല ഇംഗ്ലീഷിൽ. അപ്പം അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പം ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് പ്രൈമറി എന്നുള്ളത് ഇവിടെ എന്തായി? സെക്കൻഡറി ഡെപ്പോസിറ്റ് ആയി. പാസീവ് എന്നുള്ളത് ഇവിടെ എന്തായി? ആക്റ്റീവ് ഡെപ്പോസിറ്റ് ആയി. അപ്പോൾ 3 പേരിൽ വീതം അറിയപ്പെടും. പ്രൈമറി ഡെപ്പോസിറ്റ്, പാസീവ് ഡെപ്പോസിറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ്. ഇത് 3 ഒന്നാണ്. ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്, ആക്റ്റീവ് ഡെപ്പോസിറ്റ്, സെക്കൻഡറി ഡെപ്പോസിറ്റ്, ഇത് 3 ഒന്നാണ്. അപ്പോൾ പ്രൈമറി ഡെപ്പോസിറ്റും ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റും രണ്ടും തിരിഞ്ഞു പോകരുത്. രണ്ടും ഓർത്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ലോൺ ഈസ്. ഓപ്ഷൻസ്: എ ലോ, ബി ഹൈ, സി കൺസിഡറബിളി ലോ, ഡി ഫ്ലക്ച്വേഷൻ ഇൻ നേച്ചർ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ബ്രിഡ്ജ് ലോണിന്റെ പലിശ നിരക്ക് എങ്ങനെയാണ്? ചെറുതാണോ, കുറഞ്ഞ റേറ്റ് ആണോ, അല്ലെങ്കിൽ വലിയ റേറ്റ് ആണോ? എത്രയാണ്? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ബ്രിഡ്ജ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഷോർട്ട് ടേം ലോൺ ആണ്. ഇത് നമ്മൾ 2 ആഴ്ച അല്ലെങ്കിൽ 12 മാസത്തേക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു എമൗണ്ട് ആണ്. പെട്ടെന്ന് നമുക്കൊരു വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വലിയൊരു എമൗണ്ട്, പെട്ടെന്ന് ഒരു അർജന്റ് നീഡ് വന്നു, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകാർ കൊടുക്കുന്ന ഒരു ചെറിയ കാലയളവിലേക്ക് കൊടുക്കുന്ന ഒരു ലോണാണ് ഈ ബ്രിഡ്ജ് ലോൺ. ഇപ്പൊ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പണിയുന്ന പാലമാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. 2 ആഴ്ച മുതൽ 12 മാസത്തേക്ക്. അപ്പോൾ ഈ ബ്രിഡ്ജ് ലോണിനെ സ്വിംഗ് ലോൺ എന്നും ഗ്യാപ്പ് ലോൺ എന്നും ഇൻട്രം ഫിനാൻസും എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പെട്ടെന്ന് നമ്മൾ വലിയൊരു എമൗണ്ട് വളരെ ചെറിയ കാലയളവിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പലിശ നിരക്ക് വലുതായിരിക്കും കേട്ടോ. ഇതെന്താണ്? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ബാങ്ക് ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വളരെ എക്സ്പെൻസീവ് ആണ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആയിരിക്കും. Next question. What is meant by Aadhaar seeding? Options നോക്കൂ. A. Issuance of duplicate Aadhaar. B. Linking Aadhaar with the bank account. C. Producing Aadhaar for any purpose. And D. None of the above. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിങ്കിങ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട്.
എന്താണ് ആധാർ സീഡിംഗ് എന്ന് പറയുന്നത്? ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മുടെ ആധാർ ബന്ധപ്പെടുത്തുക, ലിങ്ക് ചെയ്യിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? ആധാർ സീഡിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ലിങ്കിങ് യുവർ ആധാർ നമ്പർ വിത്ത് വേരിയസ് ബാങ്ക് അക്കൗണ്ട്, പല ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് ആധാർ സീഡിംഗ് എന്ന് പറയുന്നത്. ഈ ലിങ്കിങ് കൊണ്ട് നമുക്ക് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൈ കിട്ടേണ്ട ക്യാഷ് അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് കിട്ടും. അതാണ് DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഈ സീഡിംഗ് കൊണ്ട് നമുക്ക് ഗവൺമെന്റ് സബ്സിഡികളോ അല്ലെങ്കിൽ പെൻഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ഇടനിലക്കാരെ ഒഴിവാക്കുകയും അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഫ്രോഡ് കുറയ്ക്കുകയും അല്ലെങ്കിൽ ഡിലേ എന്താണ്, കാലതാമസം വരുന്നതൊക്കെ ഒഴിവാക്കാനും ഈ ഒരു ലിങ്കിങ് വഴി നമുക്ക് സഹായിക്കും. എവിടെ ചെന്നാലും ഇപ്പൊ എന്താണ്, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ആധാർ സീഡിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് നടക്കും. അതാണ് എന്ത്, ആധാർ സീഡിംഗ്, ലിങ്കിങ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. PIN, PIN in smart card is called A, permanent index number, B, personal identification number, C, personal index number, and D, permanent identification number. Answer is option B, personal identification number. നമ്മൾ സ്മാർട്ട് കാർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പിൻ എന്ന് പറഞ്ഞ ആ സംഭവത്തിന്റെ എക്സ്പാൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ എപ്പോഴും ചോദിക്കൂല്ലേ പിൻ നമ്പർ എത്ര എന്ന് ചോദിക്കൂല്ലേ. പിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എക്സ്പാൻഷൻ ഫോം എന്താണ്? പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. ഇവിടെ നോക്കൂ, പെർമനന്റ് എന്ന് തന്നിട്ടുണ്ട്, പിന്നെ പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് തന്നിട്ടുണ്ട്. മറക്കരുത്, പേഴ്സണൽ. ഓരോ ആൾക്കാർക്കും എന്താണ്, വ്യത്യസ്തമായിരിക്കും പിൻ നമ്പർ. അപ്പൊ പേഴ്സണൽ ആയിട്ട് വരുന്ന നമ്പറാണ്, പേഴ്സണൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ് എന്ത്, പിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ കോഡാണ്. മനസ്സിലായില്ലേ? പ്രൈവറ്റ് അല്ലെങ്കിൽ സീക്രട്ട് ന്യൂമറിക്കൽ കോഡാണ് എന്ത്, പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ.